ആശയങ്ങളെ പൂർണ്ണമായും ഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ചോദ്യം ഇതാണ്. പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം ഏവർക്കും ഒരു പുതിയ സൈക്കോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ LPSA UPSA എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: വൈകാരിക ബുദ്ധി അതിൻ്റെ സവിശേഷത എന്നുള്ളതാണ് ചോദ്യം. വൈകാരിക ബുദ്ധിയുടെ സവിശേഷത: ഓപ്ഷൻ എ സ്വാവബോധം, ഓപ്ഷൻ ബി ആത്മനിയന്ത്രണം, ഓപ്ഷൻ സി സാമൂഹ്യബോധം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഈ ചോദ്യം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന്, ബുദ്ധി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നാണ് ഇത് ചോദിച്ചേക്കുന്നത്. ഞാനിവിടെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഹൊവാർഡ് ഗാർഡിനർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹൊവാർഡ് ഗാർഡിനർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഉപജ്ഞാതാവാണ്. ബഹുമുഖ ബുദ്ധി അല്ലെങ്കിൽ ബഹുതര ബുദ്ധിയുടെ ഉപജ്ഞാതാവാണ് ഹൊവാർഡ് ഗാർഡിനർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു ജ്ഞാനനിർമ്മിതിവാദി കൂടിയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഹൊവാർഡ് ഗാർഡിനർ എന്ന് പറയുന്ന വ്യക്തി ബുദ്ധിയെ തരംതിരിച്ചു. ബുദ്ധിയിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ബുദ്ധിയുടെ ഘടകങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നു. ഒന്ന് അന്തർവൈയക്തിക ബുദ്ധി എന്ന് പറയുന്ന ഒരു ബുദ്ധി. അന്തർവൈയക്തിക ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയും. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. മറ്റൊന്നാണ് വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം അവതരിപ്പിച്ച ബുദ്ധികളിൽ രണ്ട് ബുദ്ധിയാണ്, അന്തർവൈയക്തിക ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയും. ഈ അന്തർവൈയക്തിക ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി, ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ, എൻ്റെ കുറവുകളും ഗുണങ്ങളും എൻ്റെ കഴിവുകളും എൻ്റെ സ്വഭാവ സവിശേഷതകളും എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, എൻ്റെ ന്യൂനതകളും എൻ്റെ പരിമിതികളും എൻ്റെ അഡ്വാൻറ്റേജസും എല്ലാം എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് അന്തർവൈയക്തിക ബുദ്ധി ഉണ്ട് എന്ന് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ പരിമിതികളും നിങ്ങളുടെ ഗുണങ്ങളും അഡ്വാൻറ്റേജസും മനസ്സിലാക്കാൻ നല്ല കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്തർവൈയക്തിക ബുദ്ധി ഉണ്ട് എന്ന് പറയാം. എന്നാൽ തന്നെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥകളെയും ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ, മറ്റുള്ള ഒരാളുടെ വൈകാരിക അവസ്ഥയും ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ അവർക്ക് വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ട് എന്ന് പറയാം. ഈ ലീഡേഴ്സിന്, പൊളിറ്റിക്കൽ ലീഡേഴ്സിനൊക്കെ, നേതാക്കന്മാർക്കൊക്കെ, ക്ലാസ് ലീഡറിനൊക്കെ മറ്റുള്ളവരുടെ മാനസിക അവസ്ഥയെ തിരിച്ചറിഞ്ഞ് അവരോട് അങ്ങനെ നിൽക്കാൻ അറിയാം. അപ്പോൾ അവർക്കൊക്കെ ഈ പറയുന്ന വ്യക്തിയാന്തര ബുദ്ധി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും. അങ്ങനെയാണ് ഹൊവാർഡ് ഗാർഡിനർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ബുദ്ധിയെ ഹൊവാർഡ് ഗാർഡിനർ വിശേഷിപ്പിച്ചത് പേഴ്സണൽ ഇന്റലിജൻസ് എന്നാണ്. വ്യക്തിത്വ ബുദ്ധി എന്നാണ് ഹൊവാർഡ് ഗാർഡിനർ ഈ രണ്ട് കോൺസെപ്റ്റുകളെയും വിശേഷിപ്പിച്ചത്. ഇങ്ങനെ വിശേഷിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ രണ്ടിന്റെയും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പീറ്റർ സലോവ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ജോൺ മേയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും, ഒന്നുകൂടി പറയുകയാണ്, പീറ്റർ സലോവ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ജോൺ മേയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടി ഈ രണ്ട് ബുദ്ധികളെയും കൂടി ചേർത്ത് വൈകാരിക ബുദ്ധി എന്ന് പറഞ്ഞു. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നു. എന്താന്ന് വെച്ചാൽ ഒരാൾക്ക് തൻ്റെ കഴിവുകളും ന്യൂനതകളും മനസ്സിലാക്കുവാനും മറ്റുള്ളവരുടെ മാനസിക നിലയ്ക്കും മറ്റുള്ളവരുടെ സമീപനങ്ങൾക്കും അനുസൃതമായി പെരുമാറാനുമുള്ള ഒരു കഴിവാണ് വൈകാരിക ബുദ്ധി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും ചേരുന്നതാണ് വൈകാരിക ബുദ്ധി. ഈ ആശയം, ഈ പദം മുന്നോട്ട് വെച്ചത് ഇവർ രണ്ടുപേരുമാണ്.
പീറ്റർ സലോവയും ജോൺ മേയറും. എന്നാൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഗ്രന്ഥം രചിച്ച് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പദത്തെ ഒരു സൈദ്ധാന്തിക തലത്തിലേക്ക് കൊണ്ടുവന്ന ലോക പ്രശസ്തനായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഡാനിയൽ ഗോൾമാൻ എന്ന് പറയുന്നത്. ഈ ഡാനിയൽ ഗോൾമാൻ എന്ന് പറയുന്ന വ്യക്തി ഇമോഷണൽ ഇന്റലിജൻസിനെ സംബന്ധിച്ച് ഒരു സിദ്ധാന്തം തന്നെ അവതരിപ്പിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു ഇമോഷണൽ ഇന്റലിജൻസിൽ 5 ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞു. 5 ഘടകങ്ങളിൽ ഒരു ഘടകമാണ് സ്വാവബോധം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഘടകമാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഘടകമാണ് സാമൂഹ്യ ബോധം എന്ന് പറയുന്നത്. സ്വാവബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ സ്വയം അയാളെ കുറിച്ച് അറിയുക. ആത്മനിയന്ത്രണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സ്വഭാവ സവിശേഷതകൾക്ക് അനുസൃതമായി തന്റെ സ്വഭാവത്തെ അദ്ദേഹം എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക. മൂന്നാമത്തത് സാമൂഹ്യ ബോധം. എല്ലാവരുമായി, നമ്മുടെ സൊസൈറ്റിയുമായി, നമ്മുടെ എൻവയോൺമെന്റുമായി, നമ്മുടെ പരിസ്ഥിതിയും പരിതസ്ഥിതിയുമായി നമ്മൾ യോജിച്ചു പോകാനുള്ള ഒരു ക്യാരക്ടർ, യോജിച്ചു പോകാനുള്ള ഒരു മാനസികാവസ്ഥ. അപ്പോൾ ഇത് മൂന്നും പറഞ്ഞതിന് ശേഷം നാലാമത് അദ്ദേഹം പറയുന്നു, നാലാമത്തെ കോൺസെപ്റ്റ് ആണ് ആത്മചോദനം എന്ന് പറയുന്നത്. ആത്മചോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് മോട്ടിവേഷൻ ആണ്. നിങ്ങൾ കണ്ടിട്ട് ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ഒരാളാണ്. ഒരു നല്ല കച്ചവടക്കാരൻ എന്ന് പറയുന്നത്, ഒരു നല്ല കച്ചവടക്കാരൻ ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ട്. കാര്യം തൻ്റെ മുമ്പിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അവരുടെ വൈകാരിക തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കാൻ ഒരു നല്ല കച്ചവടക്കാരന് കഴിയും. അപ്പോൾ അവർക്ക് അതിൽ ഒരു ആത്മചോദനം ഉള്ളത് കൊണ്ടാണ്, ഒരു സെൽഫ് മോട്ടിവേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ മറ്റു കുട്ടികളുടെ പഠന നിലവാരം മനസ്സിലാക്കി തൻ്റെ ന്യൂനതകളും തൻ്റെ അഡ്വാൻറ്റേജസും മനസ്സിലാക്കിയാൽ ഒരാൾക്ക് വിജയിക്കാൻ കഴിയും LPSA UPSA. അപ്പോൾ അത് വിജയിക്കാനുള്ള അയാളുടെ ഉള്ളിലുള്ള പ്രേരണയാണ് ആത്മചോദനം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ കോൺസെപ്റ്റ് ആണ് എംപതി അഥവാ അനുതാപം എന്ന് പറയുന്നത്. എംപതി അഥവാ അനുതാപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനുതാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, മറ്റുള്ളവരുടെ കുറവുകളും ന്യൂനതകളും ഗുണങ്ങളും എല്ലാം മനസ്സിലാക്കി ന്യൂനതകളെ മാറ്റിവെച്ച് അവരുടെ ക്വാളിറ്റിയിൽ, അവർക്കുള്ള ക്വാളിറ്റിയിൽ അവരെ നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മളോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് എംപതറ്റിക്കൽ വ്യൂ എന്ന് പറയുന്നത്, അതായത് അനുതാപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ഘടകങ്ങളാണ് വൈകാരിക ബുദ്ധിയിൽ ഉള്ളത് എന്ന് ഡാനിയൽ ഗോൾമാൻ പറയുന്നു. അപ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം ഏത് തന്നെയാണ്? ഇവയെല്ലാമാണ്. 5 എണ്ണമുണ്ട്, 3 എണ്ണം തന്നു, എന്നിട്ട് ഇവയെല്ലാം ഉണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സെറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം കണ്ടുടൻ തന്നെ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി PSCയോട്. കാരണം വളരെ വളരെ ക്രിയേറ്റീവായിട്ട്, ഇന്റലക്ച്വൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ട്, ഏത് മനുഷ്യനാണോ ഈ ക്വസ്റ്റ്യൻ ഇട്ടത് അദ്ദേഹത്തിനോട് എനിക്ക് ബഹുമാനവും ആദരവുമാണ്. കാരണം മനോഹരമായ, നമ്മൾ ഇതുവരെ അനുവർത്തിച്ചു വന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും വിഭിന്നമായി ആശയങ്ങളെ പൂർണ്ണമായും ഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ചോദ്യം ഇതാണ്. പിയാഷെയുടെ സിദ്ധാന്ത പ്രകാരം താഴെ പറയുന്ന വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം നിർദ്ദേശിക്കുക. നമുക്കറിയാം പിയാഷെക്ക് 4 ഘട്ടങ്ങളാണുള്ളത്. 4 ഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക വികാസ സമീപനം അദ്ദേഹം അവതരിപ്പിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് ഒരാൾക്ക് വൈജ്ഞാനിക വികാസം അല്ലെങ്കിൽ ബൗദ്ധിക വികാസം ഉണ്ടാകുന്നതെന്ന് ജീൻ പിയാഷെ പറഞ്ഞതായിട്ടുള്ള കാര്യവും നിങ്ങൾക്കറിയാം. ഈ 4 ഘട്ടങ്ങൾ ഞാൻ ഓപ്ഷൻ ബി, സിയും ഡിയും കൂടെ കാണിക്കുന്നു. മനോവ്യാപാരം, റിഫ്ലെക്സ് ഉൾപ്പെടെയുള്ള സി, ഡി. അപ്പോൾ ഓപ്ഷൻസ് ഓരോന്നും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഓപ്ഷൻസ് പരിശോധിക്കുന്നതിന് മുമ്പ് നമുക്ക് എക്സാക്ട് അറിയാവുന്ന കാര്യമില്ലേ? പിയാഷെയുടെ ഘട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നാമത്തത് ഇന്ദ്രിയ ചാലക ഘട്ടമല്ലേ? ഇത് അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യരും ഈ വീഡിയോ കാണുന്നില്ല. കാരണം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തെ ഘട്ടം ഇന്ദ്രിയ ചാലക ഘട്ടം അല്ലെ. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? പ്രാഗ് മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് അല്ലെ. പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെ. പ്രാഗ് മനോവ്യാപാര ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഘട്ടമല്ലേ മക്കളെ? മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയും അല്ലെ മക്കളെ? മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയും അല്ലേടാ പിള്ളേരെ? നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയും. അതായത് സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ.
ഇനി ഓരോ ഘട്ടങ്ങളിലുമുള്ള കുട്ടിക്കുണ്ടാകുന്ന വികാസങ്ങളെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇവിടെ ഇന്ദ്രിയ ചാലക ഘട്ടം കാണാൻ കഴിയുന്നില്ല, ഇവിടെ പ്രാക് മനോവ്യാപാര ഘട്ടം കാണാൻ കഴിയുന്നില്ല, ഇവിടെ മൂർത്ത മനോവ്യാപാര ഘട്ടം കാണാൻ കഴിയുന്നില്ല, ഇവിടെ ഔപചാരിക മനോവ്യാപാരം ഘട്ടം കാണാൻ കഴിയുന്നില്ല. ഇനി നമുക്ക് ഓരോ ഘട്ടത്തെയും വെച്ചുകൊണ്ട് ഈ ഓപ്ഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ എ പ്രതീകങ്ങൾ ഒന്നാമത്തെ ഘട്ടമായി, മനോവ്യാപാരം രണ്ടാമത്തെ ഘട്ടമായി, യുക്തിചിന്ത മൂന്നാമത്തെ ഘട്ടമായി, റിഫ്ലെക്സ് പ്രവർത്തനം നാലാമത്തെ ഘട്ടമായി. തെറ്റാണ്. കാരണം ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലെക്സ് പ്രവർത്തനങ്ങളിലൂടെയാണ്, അല്ലെ? റിഫ്ലെക്സ് ആക്ടിവിറ്റീസിലൂടെയാണ് ഇന്ദ്രിയ ചാലക ഘട്ടം, അല്ലെ? അമ്മയെ കാണുമ്പോൾ കുട്ടി കാണുന്നത് കൊണ്ട് കുട്ടി എന്ത് ചെയ്യുന്നു? കരയുന്നു. അമ്മ പാല് കൊടുക്കുമ്പോൾ കുട്ടി വാ വെച്ച് നുണയുന്നു, സക്കിങ് ചെയ്യുന്നു. ഇതൊക്കെ ഇന്ദ്രിയ ചാലക ഘട്ടമല്ലേ? കുട്ടി കൈകാലുകൾ അനക്കിക്കൊണ്ട്, അതായത് സെൻസ് ഓർഗാൻസുകളിലൂടെ മാത്രമാണ് വൈജ്ഞാനിക വികാസം ആദ്യഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്ന് ജീൻ പിയാഷെ പറഞ്ഞു. അതായത് 2 വയസ്സ് വരെ, ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന വികാസം എന്ന് പറയുന്നത് ത്രൂ സെൻസ് ഓർഗാൻസ്, കണ്ണ്, മൂക്ക്, നാക്ക്, വായ, ചെവി, അല്ലെ? കണ്ടും കേട്ടുമൊക്കെ. അപ്പൊ സ്വാഭാവികമായും പ്രതീകങ്ങളല്ല, സിമ്പിൾസ് അല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ തെറ്റാണ്. ഒന്നാമത്തെ ഘട്ടം സിമ്പിൾസ് ആയിട്ട് വരത്തില്ല. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ സന്തോഷമായിട്ട് ഓപ്ഷൻ ബിയിൽ നമുക്ക് കിട്ടുന്നു. ഓപ്ഷൻ ബിയിൽ ആദ്യം കിടക്കുന്നു റിഫ്ലെക്സ് പ്രവർത്തനം. സമാധാനമായി സാർ, റിഫ്ലെക്സ് ആക്ടിവിറ്റീസിലൂടെയാണ് ഫസ്റ്റ് ഘട്ടം പോകുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ ഘട്ടത്തെ നമുക്ക് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ, അത് സെൻസറി മോട്ടോർ സ്റ്റേജ് ആയിട്ട് എടുക്കാം. ശരിയാണ്. ഇനി രണ്ടാമത്തെ ഘട്ടമായിട്ട് കൊടുത്തിരിക്കുന്നത് പ്രതീകങ്ങളാണ്, സിമ്പിൾസ് ആണ്, അല്ലെ? പ്രതീകങ്ങളാണ്, സിമ്പിൾസ് അല്ലേ? ഈ കുട്ടികൾ 7 വയസ്സ് വരെയുള്ള കുട്ടികളാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ, പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ വരുന്നത്. പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ വരുന്നത് 7 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അപ്പോൾ 7 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ സിമ്പിൾസ്, ചിത്രങ്ങൾ, സിംബോളിക്, തലയണയോടെ കൂടി കുട്ടി സംസാരിക്കുന്നു, തലയണ കെട്ടിപ്പിടിക്കുന്നു, കുട്ടിക്ക് ജീവനുള്ളവയും ഇല്ലാത്തവയും തിരിച്ചറിയാൻ കഴിയുന്നില്ല, അനിമിസം. ഇതൊക്കെ സംഭവിക്കുന്ന എവിടെയാ? പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ. സിംബോളിക് സ്റ്റേജ് ആണ്, ഒരു സംശയവുമില്ല. സിമ്പിൾസ് ആണ്, അല്ലെ? നടന്നു പോകുമ്പോൾ കസേരയിൽ ഒന്ന് തട്ടുന്നു, ഉടനെ ആ കുട്ടി പറയും എന്റെ അച്ഛൻ വരട്ടെ, നിനക്ക് ഞാൻ അടി മേടിച്ചു തരും. ഇനി പാവക്കുട്ടി എടുത്ത് വെച്ചിട്ട് കുട്ടി അതിന് ഭക്ഷണം വാരി കൊടുക്കുന്നു. സിംബോളിക് സ്റ്റേജ് അല്ലേ? ഇനി 4 വയസ്സ് കഴിയുമ്പോഴാണ് കുട്ടി കുറച്ചുകൂടി ഒന്ന് എനർജറ്റിക് ആയിട്ട് സിമ്പിൾസിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ജീൻ പിയാഷെ ആ ഘട്ടത്തെ രണ്ടായിട്ട് പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ് എന്നും ഇൻഡ്യൂട്ടീവ് സ്റ്റേജ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾസ് രണ്ടാമത്തെ ഘട്ടം, പ്രതീകങ്ങൾ ശരിയാണ്. ഇനി മൂന്നാമത്തെ ഘട്ടം മനോവ്യാപാര ഘട്ടമല്ലേ? അതായത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അല്ലേ? കോൺക്രീറ്റ് മൂർത്തമായിട്ടുള്ള, അതായത് കുട്ടിക്ക് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഘട്ടമല്ലേ? കുട്ടി കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിക്കുന്ന ഘട്ടമല്ലേ? അതുകൊണ്ട് മൂന്നാമത്തത് മനോവ്യാപാര ഘട്ടമാണ്. കുട്ടിക്ക് മനോവ്യാപാര ഘട്ടത്തിലാണ് കുട്ടിക്ക് റിവേഴ്സിബിലിറ്റി വരുന്നത്, കുട്ടിക്ക് കൺസർവേഷൻ വരുന്നത്, കുട്ടിക്ക് ലോജിക്കൽ കൺസർവേഷൻ വരുന്നത്. ഇതല്ലേ എപ്പോഴും പരീക്ഷയ്ക്ക് വയ്ക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഘട്ടം മനോവ്യാപാര ഘട്ടം, ഓപ്പറേഷൻസ് കുട്ടി നടത്തുന്നത് മൂന്നാമത്തെ ഘട്ടത്തിലാണെന്ന് പറയുന്നു. ഇനി നാലാമത്തെ ഘട്ടമാണ് ലോജിക്കൽ തിങ്കിങ്, യുക്തിചിന്ത, അബ്സ്ട്രാക്ട് തിങ്കിങ്, അമൂർത്ത ചിന്തനം. ഇതെല്ലാം 4th സ്റ്റേജിലല്ലേ മക്കളെ റീസണിങ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി തൽക്കാലം ശരിയെന്ന് നമുക്കൊന്ന് പറഞ്ഞു വെക്കാം. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മനോവ്യാപാരമാണ്, സിയിലേക്ക് പോകുമ്പോൾ അത് തെറ്റാണ്. മനോവ്യാപാരം ഒരിക്കലും ഒന്നാമത്തെ ഘട്ടമായിട്ട് വരത്തില്ല, അവിടെ റിഫ്ലെക്സ് തന്നെ വരണം. അപ്പോൾ ഓപ്ഷൻ ഡിയിൽ ആദ്യമേ റിഫ്ലെക്സ് പ്രവർത്തനം കിടക്കുന്നല്ലോ, റിഫ്ലെക്സ് പ്രവർത്തനം ശരിയാണ്. ഓപ്ഷൻ ബി എന്തോ മനോവ്യാപാരം, അതും ശരിയാണ്. മനോവ്യാപാരം അത് തെറ്റാണ്. ദെൻ യുക്തിചിന്ത തെറ്റാണ്, പ്രതീകങ്ങൾ തെറ്റാണ്, ഓപ്ഷൻ ഡിയും തെറ്റാണ്. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അതായത് സെൻസ് ഓർഗാൻസ് കൊണ്ടുള്ള റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ, അത് കഴിഞ്ഞിട്ട് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലെ പ്രതീകങ്ങൾ, അത് കഴിഞ്ഞിട്ട് മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് ലോജിക്കൽ തിങ്കിങ് ഓർ റീസണിങ് ഓർ അബ്സ്ട്രാക്ട് തിങ്കിങ്, എന്താണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. അപ്പോൾ ഈ ചോദ്യം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് സാർ വിശ്വസിക്കുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് കൂടി പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. റോഷാസ് ഇങ്ക് ബ്ലോ ടെസ്റ്റ്, റോഷയുടെ ഇങ്ക് ബ്ലോ ടെസ്റ്റ് ഏത് തരത്തിലുള്ള മനഃശാസ്ത്ര ഗവേഷണ രീതിയാണ്? അപ്പോൾ സ്വാഭാവികമായും
റോഷാസ് ഇങ്ക്ബ്ലോ ടെസ്റ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് റോഷാസ് ഇങ്ക്ബ്ലോ ടെസ്റ്റിന്റെ കഥയൊന്ന് പറഞ്ഞു നോക്കാം. റോഷാസ് ഇങ്ക്ബ്ലോ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രക്ഷേപണ രീതിയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഒരു പ്രക്ഷേപണ രീതിയാണ് അല്ലെ? ഓപ്ഷൻ എ ഒരു പ്രക്ഷേപണ രീതിയാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രക്ഷേപണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതോ കാര്യങ്ങളെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ അളക്കാൻ ശ്രമിക്കുന്നത്. ഈ പ്രക്ഷേപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ പ്രൊജക്ഷൻസ് എന്ന് പറയും അല്ലെ? പ്രൊജക്ഷൻ, പ്രക്ഷേപണം എന്ന് പറയുന്നത് ഒരു സമായോജന ക്രിയാതന്ത്രമാണ് എന്ന് നിങ്ങൾക്കറിയാം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ പ്രൊജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമോ എന്തെങ്കിലും ഒരു തിങ്സോ ആൾക്കാരെ കാണിച്ചിട്ട് അത് അനലൈസ് ചെയ്യാൻ പറയുമ്പോൾ അത് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള അൺകോൺഷ്യസ് മൈൻഡിലുള്ള യഥാർത്ഥ ബിഹേവിയറിൽ നിന്നുള്ള പ്രോഡക്റ്റുകളായിരിക്കും എന്നുള്ളതാണ് ഈ പ്രക്ഷേപണ രീതിയുടെ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഇപ്പോൾ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ഒരു സിനിമയില് നമ്മുടെ ശോഭന അഭിനയിച്ച കഥാപാത്രം മോഹൻലാലിനോട് ഭയങ്കരമായും റൈസ് ആകുന്നുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ്? മോഹൻലാലിന്റെ മുമ്പിലേക്ക് ആ ഗോൾഡ് എടുത്ത് കാണിച്ചതിന് ശേഷം ആ ഗോൾഡിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ അതിനെ ഒബ്ജക്ട് ചെയ്യുമ്പോഴത്തേക്ക് തൻ്റെ ഉള്ളിലുള്ള ആ കഥാപാത്രം, നാഗവല്ലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയാണ്. അത് പുറത്തു വരുന്നു. ഈ സ്വർണത്തിനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനെ കണ്ടുകൊണ്ട് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ ക്യാരക്ടർ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റിൽ അധിഷ്ഠിതമായ മനോഹരമായ ഒരു ചിത്രമാണ്, ലോക പ്രശസ്തമായ ഒരു ചിത്രമാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ. അതിൽ ലോകത്തിൽ ആദ്യത്തേതിൽ പെടുത്താൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്, ഒരു പ്രക്ഷേപണ രീതിയാണ് റോഷ ഇങ്ക്ബ്ലോ ടെസ്റ്റ് എന്ന് പറയുന്നത്. റോഷ ഇങ്ക്ബ്ലോ ടെസ്റ്റ് ഒരു പ്രക്ഷേപണ രീതിയാണ്. അതുപോലെ തന്നെ മറ്റൊരെണ്ണമുണ്ട്, ടാറ്റ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ടാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻറി മുറെ അവതരിപ്പിച്ച തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഏകദേശം 31 കാർഡുകൾ കാണിച്ചുകൊണ്ട് ആ കാർഡുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ തൻ്റെ ഉള്ളിലുള്ള മാനസികാവസ്ഥയ്ക്ക് അനുസൃതമായി തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ കുറ്റവും കുറവും തന്നിൽ ഉള്ളിൽ ആഴ്ന്നിരിക്കുന്ന തൻ്റെ ഫ്രസ്ട്രേഷൻസും എല്ലാം ഡിപ്രഷൻസും എല്ലാം റിപ്രഷൻസും എല്ലാം പുറത്തേക്ക് ആ കഥയിലൂടെ അദ്ദേഹം കൊണ്ടുവരും. അപ്പൊ സ്വാഭാവികമായും ടാറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. മറ്റൊന്നുണ്ട് കാറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 3 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് കാറ്റ് എന്ന് പറയുന്ന ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളുടെ ചിത്രങ്ങൾ കുട്ടികൾക്ക് കാണിച്ചിട്ട് അതിനെക്കുറിച്ച് കഥയുണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ കുട്ടികൾക്ക് സഹോദരങ്ങളുമായിട്ടുള്ള സംഘർഷം ഉണ്ടെങ്കിൽ, കുട്ടികളുടെ മനസ്സിൽ ഒരു ക്രിമിനൽ ടെൻഡൻസി ഉണ്ട് എങ്കിൽ, കുട്ടിയുടെ മനസ്സിൽ അസൂയ ഉണ്ട് എങ്കിൽ, അങ്ങനെ കുട്ടിയുടെ മനസ്സിലുള്ള വികാരങ്ങളെ ആ സ്റ്റോറിയിലൂടെ ആ കുട്ടിയുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ലിയോപോൾഡ് ബെല്ലാക്കിന്റെ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. ഇനി മറ്റൊന്നുണ്ട്, അതാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, വാറ്റ് എന്ന് പറയുന്നത് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. കോൾ യൂങ്ങിന്റെ ആണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ചില വേർഡ്സ് കൊടുത്തിട്ട് ഏകദേശം മോർ ദാൻ 50 or 60 വേർഡ്സ്, 60 വേർഡുകൾ കൊടുത്തിട്ട് അത് വെച്ച് ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ നറേറ്റ് ചെയ്യാൻ പറയുന്നു. അതാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നുണ്ട്, SCT എന്ന് പറയുന്നത് സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എന്ന് പറയും. സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എന്ന് പറയും. വാക്യപൂരണ പരീക്ഷ എന്ന് പറയും. ഈ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് കൊടുത്തിട്ട് ഇഷ്ടമുള്ള പദങ്ങൾ ചേർത്ത് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പൊ സ്വാഭാവികമായും ഒരാളുടെ ഹാപ്പിനെസ്സും ഒരാളുടെ ആറ്റിറ്റ്യൂഡും ഒരാളുടെ കോൺസെപ്റ്റും എല്ലാം അതിൽ പ്രകടമാകാൻ കഴിയുമെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ നമുക്ക് പഠിക്കാനുള്ളത്. ഏകദേശം 12ഓളം പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ, പ്രക്ഷേപണ തന്ത്രങ്ങളുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. റോഷ ഇങ്ക്ബ്ലോ ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. നമുക്ക് ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. റോഷ ഇങ്ക്ബ്ലോ ടെസ്റ്റ് ഏത് തരത്തിലുള്ള മനഃശാസ്ത്ര ഗവേഷണ രീതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രക്ഷേപണ രീതിയാണ്. ഇത് മനഃശാസ്ത്ര
പഠനത്തിനുള്ള മനഃശാസ്ത്ര പഠനത്തിനുള്ള സമീപനങ്ങളിൽ പെടുന്നതാണ് നിരീക്ഷണ രീതി, ക്ലിനിക്കൽ രീതി, സർവേ രീതി എന്ന് പറയുന്നത്. മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളാണ് മറ്റ് ഗവേഷണ ഉപാധികളാണ് നിരീക്ഷണ രീതി എന്ന് പറയുമ്പോഴത്തേക്ക്. ഭാഗഭാഗിത്വ നിരീക്ഷണമുണ്ട്, അതുപോലെ തന്നെ പ്രത്യക്ഷ നിരീക്ഷണമുണ്ട്, അതുപോലെ തന്നെ ക്ലിനിക്കൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗവേഷണ ഉപാധിയാണ്. സർവേ രീതി എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് പോലെയുള്ള വിഷയങ്ങൾക്ക് വളരെ വളരെ ആധികാരികമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് സർവേ രീതി എന്ന് പറയുന്നത്. എന്നാൽ റോഷ ഇങ്ക് ബ്ലോ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രക്ഷേപണ രീതിയാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവരും നന്നായിരുന്നു പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസിന്റെ ഓരോ എക്സ്പ്ലനേഷനും കൃത്യമായി കേട്ടിട്ട് അതുമായി ബന്ധപ്പെട്ട കണക്റ്റീവ് ഫാക്റ്റുകൾ പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്